വായിച്ചു നോക്ക്, ഇതിലുണ്ട് ഹരിയുടെ രാത്രി സഞ്ചാരത്തിന്റെ കഥ. ആ മൈന എന്ന് പറയുന്നവളെ ഒളിപ്പിച്ച് താമസിപ്പിച്ചെടുത്തെന്ന് ആളുകൾ വളഞ്ഞിട്ട് പിടികൂടിയെന്ന്. എവിടുന്ന് കിട്ടി നിനക്ക് ഈ മഞ്ഞപ്പത്രം? പത്രം ഏതായാലും എന്താ വാർത്തയുടെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എത്രയോ നല്ല പത്രങ്ങൾ ഈ വീട്ടിൽ വരുത്തുന്നു. അതൊന്നും കൈകൊണ്ട് വിടില്ല. നല്ലതൊന്നും വായിക്കരുത് കേട്ടോ. എന്നെ ഇനി നല്ലതും ചീത്തയൊന്നും പഠിപ്പിക്കണ്ട. ആദ്യം ഇത് സത്യമാണോ അല്ലയോ എന്ന് അന്വേഷിക്കേ. എന്നിട്ട് ഇനി ഇവള് അവന്റെ കൂടെ തന്നെ ജീവിക്കണോന്ന് തീരുമാനിക്കേ, അച്ഛനും മോളും കൂടി. ഇത്രയും നാളും പലരും പറഞ്ഞ ഓരോന്ന് അറിഞ്ഞിരുന്നത് ഇന്നിപ്പോ പത്രത്തിലും അച്ചടിച്ചു വന്നു. എല്ലാം എടുത്ത് മകളും മുന്നിൽ വന്ന് നിൽക്കുന്നു. പോരെ, ഇനിയും എന്തിനാ ഭാരം നമ്മൾ ചുമക്കുന്നത്? കളപ്പുരയ്ക്കൽ കരുണാകര മേനോന്റെ പേരും കൂടി കൂട്ടി വായിക്കാൻ നാട്ടുകാർക്കും ഇഷ്ടമായിരിക്കും. ഇനി നാണം കെടുന്നതിന് മുൻപ് ആ ബന്ധം അതങ്ങ് മുറിച്ചു മാറ്റിയേക്ക്. പുരയ്ക്ക് മീതെ ചാഞ്ഞ മരോ ഹരി, ഇനിയും അതവിടെ വേണോ? അതങ്ങ് മുറിച്ച് കളഞ്ഞേക്ക്. അന്തവും കുന്തവും ഇല്ലാത്തവായിട്ട് അലക്കെങ്കിലും നിന്റെ അമ്മ പറഞ്ഞതിലും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അന്വേഷിച്ചറിഞ്ഞിടത്തോളം അത് സത്യമാണ്. എനിക്കറിയാം നിന്റെ ഉള്ളിൽ ഇപ്പോഴും ഹരിയുണ്ടെന്ന്. നീ അവനെ 100 വട്ടം ശപിക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ നീ പോലും അറിയാതെ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇല്ലേ മോളെ? നിന്റെ സന്തോഷം അത് മാത്രം നോക്കിയാൽ മതി എനിക്കും നിന്റെ അമ്മയ്ക്കും. അതുകൊണ്ട് മാത്രം അച്ഛൻ ചോദിക്കുക. ഇനിയും ഹരിയെ ഓർത്ത് എന്റെ മോള് കരയണം. അതങ്ങ് അവസാനിപ്പിച്ചുകൂടെ നമുക്ക്? ചിലപ്പോ ഹരിക്കും അതൊരു ആശ്വാസമായെങ്കിലും. ഒരു ഡിവോഴ്സിനെ കുറിച്ചാണ് അച്ഛൻ പറയുന്നത്. ഒരുമിച്ച് പോകില്ലെന്ന് ഉറപ്പായ പിന്നെ അകന്ന് മാറുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ വലിയ സങ്കടങ്ങൾക്ക് കാരണമാകും. നിനക്ക് മാത്രമല്ല, നിന്നെ സ്നേഹിക്കുന്നവർക്കും. എന്താ മനസ്സേ? നീ കാര്യം പറ. മതിയായിട്ടില്ല അയാൾക്ക്. കേട്ടാന്ന് വിളിച്ച നാവുണ്ട്. ഞാൻ എന്താ അയാളെ വിളിക്കേണ്ടത്? എന്താ ഉണ്ടായത്? എന്നെ ഒരു ഫ്രണ്ടാ വിളിച്ചത്. കഴിഞ്ഞ രാത്രിയില് ഹരിയേട്ട മൈനെ താമസിപ്പിച്ചെടുത്ത് വെച്ച് നാട്ടുകാരെ തടഞ്ഞു. അതിന്നത്തെ പത്രത്തിൽ വന്ന ന്യൂസാ. അത് വായിച്ചിട്ടാ അവൾ എന്നെ വിളിച്ചത്. തൊലവിരിഞ്ഞു പോയി സിദ്ധു. ഏതെങ്കിലും ഒരുത്തം കൊടുത്ത ഫേക്ക് ന്യൂസ് ആയിരിക്കും. സിദ്ധു ഹരിയേട്ടന് വേണ്ടി ഇനി വാദിക്കാണോ എന്റെ അടുത്ത്? ന്യൂസ് സിദ്ധു ആവട്ടെ, പക്ഷെ അതല്ലേ സത്യം? അത് നമുക്കറിയില്ലേ?
ഇനിയും എനിക്ക് വീട്ടിൽ വയ്യ സിദ്ധു. നമുക്ക് മാറാം ഇവിടുന്ന്. ഹരിയേട്ടനൊപ്പം ഇനി എനിക്ക് വയ്യ. നീ എന്തേ പറയുന്നേ? ഹരിയേട്ടനെ തനിച്ചാക്കിയിട്ട്. തനിച്ചാക്കുന്നതല്ലോ, തനിച്ചായതല്ലേ. ഓരോരോ മണിക്കൂറിലും ഓരോ സെക്കൻഡിലും ഹരിയേട്ടൻ എന്ന മനുഷ്യൻ ചെറുതാവുക. എന്റെ മനസ്സില് ചെറുതായി പോവാ. ഇനി ഞാൻ എന്തെങ്കിലും വാവിട്ട് പറഞ്ഞു പോകും മുമ്പ് മാറാൻ നമുക്ക്. ഭ്രാന്ത് പിടിക്കുക എനിക്ക്. ഇനി വയ്യ സിദ്ധു. മനസ്സേ, അങ്ങനെയൊന്നും പറയരുത്. ഹരിയേട്ടൻ നമുക്ക്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, സിദ്ധു എന്തിനാ എപ്പോഴും ഹരിയേട്ടനെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കുന്നത്? സ്വന്തം ഭാര്യയും കൂടപ്പിറപ്പും വെറുക്കുന്ന ആ മനുഷ്യനോട് ഞങ്ങളെക്കാൾ കൂടുതൽ എന്ത് കമ്മിറ്റ്മെന്റാ സിദ്ധുവിനുള്ളത്? സിദ്ധു, നമ്മുടെ ഒന്നും സ്നേഹം പറ്റാനുള്ള യോഗ്യത ഇന്ന് ഹരിയേട്ടനില്ല. ഇപ്പൊ എല്ലാം അറിയുന്നില്ലേ? നമുക്കിടയിൽ ആരൊക്കെയാണെന്ന് അറിയില്ലേ? ഒന്ന് ചോദിച്ചോട്ടെ വേണുവേട്ട. വേണുവേട്ടന്റെ അസുഖമൊക്കെ ഭേദമായ, എല്ലാം ശരിയായ അന്ന് മറ്റുള്ളവരുടെ ആഗ്രഹം പോലെ എന്നെ വേണുവേട്ടൻ ഉപേക്ഷിക്കോ? ഇനിയും എന്നെ നമ്മുടെ മോളെയും തള്ളിപ്പറയില്ലേ വേണുവേട്ടൻ? വേണുവേട്ടനൊപ്പം ഒന്ന് ജീവിക്കാനുള്ള കൊതിയായിട്ട്. എന്തൊരിപ്പ മോളെ ഇത്? വന്നെന്തെങ്കിലും കഴിക്കേ. മോളെ, എനിക്ക് വേണ്ട. ഞാനിങ്ങോട്ട് കൊണ്ടുവരട്ടെ? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഉള്ളിക്കിടക്കുന്ന ജീവനെങ്കിലും ഓർത്ത്. ചാവട്ടെ, ചത്ത് തോലയട്ടെ, അവസാനിക്കുമല്ലോ എല്ലാം. കുഞ്ഞെന്തായി പറയുന്നേ? ഈശ്വരൻ പൊറുക്കില്ല കേട്ടോ. ഈശ്വരൻ അങ്ങനെയൊന്നും ഈ ലോകത്തില്ല. ഒക്കെ നോണയാ. ഈശ്വരനും മണ്ണാങ്കട്ടിയും ഒക്കെ നോണയാ. അങ്ങനെയൊന്നും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ശാപങ്ങളൊക്കെ അനുഭവിക്കാൻ മാത്രം എന്ത് തെറ്റാ ചെയ്തെന്ന് പറയട്ടെ. എന്നെ ഇങ്ങനെ ശിക്ഷിക്കാനും മാത്രം എന്ത് മഹാപാപമാണ് ചെയ്തതെന്ന് പറയട്ടെ. അങ്ങനെയൊന്നും പറയല്ലേ കുഞ്ഞെ. എല്ലാത്തിനും ഈശ്വരന്റെ അടുത്ത് പരിഹാരമുണ്ട്. എന്ത് പരിഹാരം? എല്ലാത്തിനും ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ അമ്മേ, എന്റെ മരണം. ഞാൻ മരിച്ച തീരും എല്ലാവരുടെയും സങ്കടം. മോളെ, അല്ലെങ്കിൽ പിന്നെ എല്ലാവരോടും എല്ലാ സത്യവും വെളിപ്പെടുത്തുക. ഹരിയേട്ടൻ അതിന് കഴിയില്ല, പക്ഷെ എനിക്കതിന് കഴിയണം. എന്റെ ഹരിയേട്ടൻ ഇങ്ങനെ മനസ്സ് നേരെ ഇല്ലാണ്ട് അവിടത് കാണാൻ എനിക്ക് വയ്യ.
വാ, അമ്മണിയമ്മ എന്നോടൊന്ന് വന്നാ മാത്രം മതി. എവിടേക്ക്? ഗൗരിയെടുത്തിയുടെ അടുത്തേക്ക്. ഗൗരിയെടുത്തിയോടെങ്കിലും എനിക്ക് സത്യം തുറന്ന് പറയണം. വാ അമ്മണിയമ്മ. അരുത് കുഞ്ഞെ, ഹരിസാർ അറിയാതെ അമ്മണിയമ്മയ്ക്ക് എങ്ങോട്ടും വരാനാവില്ല. ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത വാക്കാ. ഹരിയേട്ടന് കൊടുത്ത വാക്കിനേക്കാൾ വലുതല്ലേ അമ്മണിയമ്മ ഹരിയേട്ടന്റെ ജീവിതം? ആ ജീവിതം തകരാതിരിക്കാനാ അതിനെ ഞാൻ വിളിക്കുന്നത്. മോള് ഇവിടെ ഇരിക്കെ. അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം തീർച്ചപ്പെടുത്തിയിട്ടുണ്ടാവും. അത് അദ്ദേഹത്തിനെ അറിയൂ. എടുത്തു ചാടി എന്തെങ്കിലും നമ്മൾ ചെയ്താ അത് അബദ്ധമായെങ്കിലോ? സമയമാകുമ്പോ ഹരിസാറ് തന്നെ എല്ലാം വെളിപ്പെടുത്തും. അതുവരെ ഒന്ന് ക്ഷമിക്കും. ഈ ഒരവസ്ഥയിൽ മോളും കൂടെ ആ വാക്ക് ധിക്കരിച്ച അത് വലിയ സങ്കടാവും ആ മനുഷ്യന്. അവിടെ ഇരിക്കെ. എനിക്ക് വയ്യ, എനിക്ക് വയ്യ. ഒക്കെ നല്ലതിനാവും. പ്രാർത്ഥിക്കേ. അതല്ലേ നമുക്ക് കഴിയും മോളെ. കരയാതെ. ഹരിയേട്ടാ, നീ ഉറങ്ങിയില്ലേ? ഇല്ല, ഉറക്കം വരില്ല എനിക്ക്. ഉറങ്ങണം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഉറങ്ങണം, സന്തോഷത്തോടെ ഉണരണം. അതിനുവേണ്ടിയാ ഹരിയേട്ടൻ ജീവിക്കുന്നത്. ഉറക്കത്തിൽ നിന്ന് നിങ്ങൾ ഞെട്ടി ഉണരാതിരിക്കാനാ, ഒരു ദുസ്വപ്നം പോലും കടന്നു വരാതിരിക്കാനാ ഹരിയേട്ടൻ ഇങ്ങനെ കാവല് നിൽക്കുന്നേ. എന്ത് കോല ഹരിയേട്ടാ ഇത്? ദേ, ഈ ശീലം അത്ര നല്ലതല്ല ഹരിയേട്ടന്. എന്തിനാ ഇങ്ങനെ സ്വയം ഇല്ലാതാവുന്നേ? ഹരിയേട്ടാ, മദ്യപിച്ചാ നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാവോ? എങ്കിലും എനിക്കെന്താ കുറെ മദ്യം, ഞാനും കുടിക്കാം. ഹരിയേട്ടനേക്കാൾ അധികം വേദന അനുഭവിക്കുന്ന ഞാനാ, എല്ലാ അർത്ഥത്തിലും. ഹരിയേട്ടൻ എന്തു പറഞ്ഞാൽ അനുസരിച്ചിട്ടേ ഉള്ളൂ ഞാൻ. ഇനിയും എനിക്കതിനെ കഴിയൂ. അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. പക്ഷേ എപ്പോഴെങ്കിലും ഹരിയേട്ടൻ എന്നെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ? ഏട്ടനെ സ്നേഹിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് കാണില്ല. ഹരിയേട്ടനെ പോലെ ഞാനും എൻ്റെ കൂടപ്പുറപ്പിന് വേണ്ടിയാണ് ജീവിച്ചത്, എൻ്റെ അംബികയ്ക്ക് വേണ്ടി. അതുകൊണ്ടാ അവളെ ചതിച്ചു കടന്ന വേണുവിനെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചത് പോലും. എന്നിട്ടും ഇപ്പോഴും അവളുടെ ജീവിതം ഒരു തുലാസിലാ. എപ്പോ വേണമെങ്കിലും അത് താഴ്ന്നു പോവാം. ഹരിയേട്ടൻ അറിയാം, വളരെ അവിചാരിതമായിട്ടാ ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നത്. മാനസയാ എന്നെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. എന്നും ഒരു വലിയ മനസ്സുള്ള സുഹൃത്തിനോടുള്ള ബഹുമാനമായിരുന്നു എനിക്ക് മാനസയോട്. പ്രണയിച്ചതും സ്വപ്നങ്ങൾ കണ്ടതും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചതും മൈനയോടൊപ്പമായിരുന്നു. പക്ഷേ വിധി മറിച്ചായിരുന്നല്ലോ ഹരിയേട്ടാ. ആഗ്രഹിക്കാൻ ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. എന്നും ആഗ്രഹിച്ചൊന്നും ലഭിക്കാതെ പോയ ഒരാളാ ഞാൻ. എപ്പോഴും ഈ നെരിപ്പോടിനുള്ളിൽ നീറി തിരികെയല്ലേ ഹരിയേട്ടാ ഞാൻ. വീണ്ടും ഞാൻ ചോദിക്കുക, എന്നെങ്കിലും ഒരിക്കൽ എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയും. അന്ന് ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ ആരെയാ സ്വീകരിക്കേണ്ടത്? ആരെയാ സ്നേഹിക്കേണ്ടത്? മാനസയെയോ മൈനയെയോ? ഒന്ന് പറഞ്ഞു താ എനിക്ക്. സിദ്ധു, നടുക്കടലിലൂടെയുള്ള യാത്രയാ നമ്മുടെ. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കരയിൽ എത്തിയേക്കാം. അതിനുവേണ്ടി കാത്തിരിക്കാൻ ഞാനും. സിദ്ധു,
നട്ടുച്ചയ്ക്ക് മാനത്ത് നക്ഷത്രങ്ങൾ തെളിയാറുണ്ടത്രേ. ആരും ആസ്വദിക്കാതെ, ആരും കാണാതെ പോകുന്ന പകൽ നക്ഷത്രങ്ങൾ. ആ നക്ഷത്രങ്ങളാണ് നമ്മള്. രാവുതിക്ക് മുമ്പ് പൊലിഞ്ഞു പോകാൻ വിധിക്കപ്പെട്ട നക്ഷത്രങ്ങൾ. മതി, ഇതൊന്ന് മതിയാ കയറിയേട്ടാ. സിദ്ധു, ഈ മനുഷ്യന് കാവലിരിക്കാനാണോ സിദ്ധു രാത്രി ഉറക്കൊഴിയുന്നത്? മാനസേ, അതോ ഇങ്ങരുടെ ഓരോ പ്രാന്തം കണ്ട് ഒപ്പം കൂടി നശിക്കാനാണോ? മാനസേ നീ പോ, ഞാൻ വരാം. സിധു, നീ ചെല്ല്. ഹരിയേട്ടാ, ഞാൻ വേണ്ട, ഇങ്ങനെ ഔദാര്യം കാണിച്ചതിന്റെ പേരില് സിദ്ധു എന്റെ അടുത്തേക്ക് വരണ്ട. നശിക്കാനുണ്ടായ ജന്മോ ഇത്, എല്ലാരെയും സ്നേഹിച്ച് നശിപ്പിക്കാൻ. ഈ മനുഷ്യന്റെ നിഴലിൽ നിൽക്കുന്നത് പോലെ നാശത്തിന്റെ തുടക്കമാ. മാനസേ നിർത്ത്. കൂടെ പറഞ്ഞ ഞാൻ പോലും തള്ളിക്കളഞ്ഞ ഈ മനുഷ്യനെ എന്തിനാ സിദ്ധുന് റോൾ മോഡൽ ആക്കാനാണോ? അതോ പണ്ട് കാണിച്ചു കൂട്ടി എന്ന് പറയുന്ന ഔദാര്യത്തിന് നന്ദി കാണിക്കാനോ? അതെ, അത് തന്നെയാ. ഹരിയേട്ടൻ കാണിച്ച ഔദാര്യമാണടി ഇന്നത്തെ നിന്റെ ജീവിതം പോലും. നീയൊക്കെ ആ മനുഷ്യന്റെ നെഞ്ചിൽ കുത്തി സ്വയം രസിക്കുമ്പോഴും ഉള്ളില് 1000 വട്ടം കരഞ്ഞുകൊണ്ട് പുറമെ ചിരിക്കുക ഹരിയേട്ടൻ. അത് ആ മനസ്സിൽ നിന്നോടൊക്കെയുള്ള ഔദാര്യം കൊണ്ട് തന്നെയാ. ആ ഔദാര്യം എന്താണെന്നറിയണോ നിനക്ക്? സത്യം അറിയണോ നിനക്ക്? സിധു, പോകാൻ ഓടാ. ഒരിക്കൽ നീ ഇതൊക്കെ ഓർത്ത് കരയും മനസ്സേ. ആ മനസ്സിലെ സത്യം അറിയുന്ന ദിവസം, അന്ന് ഒരു സ്ത്രീ ജന്മം മുഴുവൻ കരഞ്ഞു വാങ്ങിയ കണ്ണീര് പോരാതെ വരും ആ കാലം ഒന്ന് കഴുകാൻ. കരഞ്ഞോളാം. അത് ഇങ്ങേരെ ഓർത്തല്ല, ഈ മനുഷ്യന്റെ കൂടെ പിറപ്പായി ജനിക്കേണ്ടി വന്നതിന്റെ അപമാനം ഓർത്ത്. കരയുന്നുണ്ട് ഞാൻ എപ്പോഴും, ഇപ്പോഴും. ഹരിയേട്ടാ, വേണ്ട. ഹരിയേട്ടാ, അവനെന്താ വിചാരിച്ച് എന്റെ പാർട്ടി പ്രവർത്തകരുടെ മുമ്പിൽ വെച്ച് എന്നെ അവമാനിക്കാമെന്നോ? എന്റെ ക്ഷമയ്ക്ക് ഒരു അതിരില്ലേ? എല്ലാം എന്റെ തെറ്റാ. അവനെ കുറിച്ച് പലതും കേട്ടിട്ടും വിശ്വസിക്കാതിരുന്നവനാ ഞാൻ. എന്റെ മോള് പോലും തള്ളിക്കളയാൻ ആഗ്രഹിച്ചിട്ടും അവനെ ഉപേക്ഷിക്കാൻ മനസ്സ് വയ്ക്കാത്തവനായിരുന്നു ഞാൻ. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവനെ. പക്ഷെ ഇപ്പോ മതിയായി, തൃപ്തിയായി. നേരിട്ടറിഞ്ഞല്ലോ, പട്ടാപ്പകല് കള്ളും കുടിച്ച്. എനിക്കറിയാം എന്താ വേണ്ടെന്ന്. സ്നേഹിക്കുന്ന പോലെ വെറുക്കുകയും ചെയ്യും ഞാൻ. നമുക്കിനി അവൻ വേണ്ട. ഇങ്ങനെ ഒരുത്തന് ഇനി എന്റെ മോളെ ഞാൻ കൊടുക്കില്ല. ഈ ക്ലിനിക്ക് വരെ പോയിട്ട് വരുമ്പോഴേക്ക് എന്താ ഒരു ക്ഷീണം. ദാ.
നീ ആരാ? വേണ്ട, എന്നെ അടിച്ചു നേടാമെങ്കിൽ മാത്രം, അങ്ങനെ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം എന്റെ ദേഹത്ത് തൊട്ടാൽ മതി. അല്ല, നീ ആരാ? നീ എന്തിനാ ഇവിടെ വന്നേ? തല താഴ്ത്ത് നിൽക്കുന്നാണ്ടില്ലേ, ഇവർക്കറിയാനേ. എന്താ മണിയമ്മേ, പറഞ്ഞു കൊടുക്ക് ഞാൻ ആരാണെന്ന്. നീ എന്തിനാ ഈ കൊച്ചിന്റെ പറയാ? ഇതാരാണെന്ന് എനിക്കറിയില്ല. ഇവളുടെ പുറകെ ഞാനോ? നീ കൊള്ളാം. പക്ഷേ സോറി മോളെ, ഞാൻ വന്നത് നിനക്ക് പുറകെ അല്ല. എന്റെ പേര് രഘു. ദാ ഇവരെ തേടിയാ ഞാൻ വന്നത്. ഇവരോട് ചോദിക്കേ ഞാൻ ആരാണെന്ന്.